ഗോസിപ്പിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നത് സ്ത്രീകളാണ് എന്നുള്ള ഒരു ചിന്ത നമുക്കിടയിലൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പിന്തുടർച്ച എന്ന വണ്ണം ആണുങ്ങൾ സ്ഥിരമായി തന്നെ പറയുന്ന ഒരു കാര്യമാണ് കുടുംബശ്രീ, അയൽക്കൂട്ടം എന്നുള്ള ഒരു പറച്ചില്. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഗോസിപ്പിംഗ് നടത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ പരദൂഷണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കമന്റിൽ പോലും ഒരു സ്ത്രീയുടെയും പേര് ഞാൻ കണ്ടില്ല. കൂടുതലായിട്ടും പുരുഷന്മാരുടെ പേര് പറഞ്ഞിട്ടാണ് ഇവർ ഈ അയൽക്കൂട്ടം, കുടുംബശ്രീ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ അതിനകത്ത് പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല. കാലങ്ങളായിട്ട് വാദപ്രതിവാദങ്ങൾ ഏറെയുള്ള ഒരു ഏരിയയാണ് ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ ഏറ്റവും കൂടുതൽ ഗോസിപ്പിംഗ് നടത്തുന്നത്, പരദൂഷണം പറയുന്നത്. വലിയ സ്റ്റഡീസൊക്കെ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അവിടെയെല്ലാം കണ്ടെത്തിയ ഒരു കാര്യം, ആണുങ്ങളും പെണ്ണുങ്ങളും ജെൻഡർ ഭേദമന്യേ, അത് ഏത് ജെൻഡർ ആണെങ്കിലും തുല്യമായി തന്നെ ഗോസിപ്പിംഗ് നടത്താറുണ്ട്. ആണുങ്ങൾ നടത്തുന്ന ഗോസിപ്പിങ്ങിന് ഒരു വലിയ പ്രശ്നമുണ്ട്, അവരുടെ പരദൂഷണത്തിന് ഒരു വലിയ പ്രശ്നമുണ്ട്. അതാണ് ഏറ്റവും അപകടകരം. സ്ത്രീകൾ നടത്തുന്ന പരദൂഷണത്തെക്കാൾ ആണുങ്ങൾ നടത്തുന്ന പരദൂഷണം വലിയ അപകടമാണ്. എന്താണ് ഗോസിപ്പ് എന്നുള്ളതിനെ കൃത്യമായി ഒന്ന് നിർവചിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. 2-3 ആളുകൾ ചേരുന്നിടത്ത് അവിടെ ഇല്ലാത്ത ഒരാളെ കുറിച്ചിട്ട് പറയുന്ന കിംവദന്തികളാണ്, ഇല്ലാത്ത കാര്യങ്ങളാണ് പലപ്പോഴും ഗോസിപ്പുകൾ. പലപ്പോഴും അതിനകത്ത് സത്യത്തിന്റെ ചെറിയ കണികകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും ഇത് അവിടെ ഇല്ലാത്ത ആൾക്ക് ഗുണകരമായിട്ട് ഒരിക്കലും ഭവിക്കാറില്ല. ഇവർ ഇത് ഇവിടെ സംസാരിക്കുന്നത് കൊണ്ട് കാര്യമായിട്ടുള്ള ഒരു ഗുണവും ആർക്കും ഉണ്ടാവില്ല. ഇവർക്ക് ചെറിയൊരു ആശ്വാസം കിട്ടുമെന്നുള്ളതാണ്. അതൊരു തരം നെഗറ്റിവിറ്റിയാണ്. ഓൺലൈൻ കാലഘട്ടങ്ങളിലേക്കൊക്കെ വരുന്ന സമയത്ത്, ഗോസിപ്പൊക്കെ ഈ ഓൺലൈൻ മീഡിയ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയ ഒരു സമയത്തിലേക്ക് വരുന്ന സമയത്ത് ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട്. ഈ മൂന്നാമതൊരാൾ എന്ന് പറയുന്ന ആളെ ഇവർക്ക് നേരിട്ട് പരിചയമൊന്നും ഉണ്ടാവില്ല. ഇവർ ഊഹാപോഹങ്ങളിൽ നിന്ന് പഴയ കാലത്ത് ആളുകൾ സംസാരിച്ചിരുന്നത് പോലെ തന്നെ ആധികാരികമായിട്ട് ഇതിനെ അങ്ങോട്ട് പ്രസന്റ് ചെയ്യുകയാണ്. അപ്പോൾ കേൾവിക്കാരുടെ എണ്ണം കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആഫ്റ്റർ എഫക്ട്സും വളരെ കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ് കാലങ്ങളായി സ്ത്രീകൾക്ക് പരദൂഷണത്തിന്റെ അപമാനം ഏൽക്കേണ്ടി വന്നിരുന്നത്? വളരെ സിമ്പിളായിട്ടുള്ള ഒരു റീസൺ കൊണ്ടാണ്. ഈ തുല്യത എന്ന് പറയുന്ന ഒരു കാര്യം പൊതുമണ്ഡലങ്ങളിൽ സ്ത്രീകൾക്ക് ലഭിച്ചു തുടങ്ങിയിട്ട് അധികം കാലമൊന്നും ആയില്ല. അപ്പോൾ അതിനു മുൻപേയൊക്കെ ഈ സ്ത്രീകളുടെ ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് അമ്മയും ഭാര്യയുമായി ഇരിക്കുക എന്നുള്ളതാണ്, മകളായി ഇരിക്കുക എന്നൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ പൊതുമണ്ഡലങ്ങളിൽ ഇടപെടാത്ത സ്ത്രീക്ക് വേറെ വലിയ കാര്യങ്ങളെ കുറിച്ചിട്ട് നോളജ് ഇല്ല. അവർക്ക് മൂന്നാമത് അറിയാവുന്ന ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ള ചില സംസാരങ്ങളാണ് അവരുടെ ആകെയുള്ള ഒരു സംസാരം എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ ക്ലോസ് സർക്കിളിലുള്ള വ്യക്തികളെ മാത്രമേ അറിയത്തുള്ളൂ. വിദ്യാഭ്യാസം അവർക്ക് ഈക്വലായിട്ട് കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ വായിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള സോഴ്സുകൾ ഉണ്ടായിരുന്നില്ല. ആകെയുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇവരുടെ ആ ഒരു ഡേ ടു ഡേ ഡ്യൂട്ടികൾക്ക് ഇടയിൽ കിട്ടുന്ന സമയത്ത് മൂന്നാമതൊരാളെ കുറിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ പറയുക എന്നുള്ളതാണ്. പലപ്പോഴും അറിഞ്ഞ കാര്യങ്ങൾ ഭർത്താവിനോട് പറയുന്ന, ഷെയർ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയൽപക്കത്ത് സംസാരിച്ച് ചില ന്യൂസ് കിട്ടി, അവർക്ക് വേറെ ലോകമൊന്നുമില്ല, ഭർത്താവിനോട് അത് വന്ന് പറയുന്നു. ആണുങ്ങൾ അവരുടെ സൗഹൃദ സദസ്സുകളിൽ ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഉണ്ടായ ഒരു കോമൺ ധാരണയാണ് സ്ത്രീകൾ ഇങ്ങനെ അയൽപക്കത്തെ കാര്യങ്ങളും മറ്റുള്ള ആളുകളുടെ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളത്. കാലമൊക്കെ മാറി. അപ്പോൾ അങ്ങനെയുള്ള ചർച്ചകളൊക്കെ എല്ലാ ജെൻഡറും ചെയ്യുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ വന്നു. ഇപ്പോൾ അങ്ങനെ സ്ത്രീകളുടെ മാത്രം കുത്തകയൊന്നുമല്ല പരദൂഷണം. അത് വ്യക്തമായി തെളിയിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്. ഇനി ഈ ടോപ്പിക്കിൻ്റെ പ്രധാനപ്പെട്ട ഏരിയ ഓഫ് ഡിസ്കഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഈ ഒരു മാറ്റം ഉണ്ടായത്? സ്ത്രീകളെക്കാളും മികച്ച രീതിയിൽ പരദൂഷണം പറയുന്ന പുരുഷന്മാർ ഇപ്പോൾ ഉണ്ട് എന്ന് ലോകം പറയുന്നതിൻ്റെ കാരണം എന്താണ്? ഒന്നാമത്തെ കാരണം കാലം മാറി എന്നുള്ളതാണ്. കാലം മാറിയപ്പോൾ ഈ ജെൻഡർ റോളുകൾക്കൊന്നും വലിയ കാര്യമായിട്ടുള്ള പ്രാധാന്യമില്ല. ഒരു ലോകത്തെ കണ്ട് മനസ്സിലാക്കാനായിട്ട് എല്ലാ ജെൻഡറിനും തുല്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ സ്ത്രീകൾ ഇടപെടുന്ന ലോകം ചെറുതാണ്, പുരുഷന്മാർ ഇടപെടുന്ന ലോകം വലുതാണ്, പുരുഷന്മാർക്ക് സംസാരിക്കാൻ വലിയ വലിയ കാര്യങ്ങളുണ്ട് എന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. എല്ലാ ആളുകൾക്കും സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം സമാനമാണ്. സംഭാഷണങ്ങളും ചർച്ചകളും ഒക്കെ സമാനമായി, വിലയിരുത്തലുകളൊക്കെ സമാനമായി എന്നുണ്ടെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. എപ്പോഴും ഈ സംസാരിക്കാൻ അതോറിറ്റി ഉള്ള ആളുകൾ ആരാണ് എന്ന് ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എപ്പോഴും ഒരു മുതിർന്ന പുരുഷനെ അവർ പിടിച്ചിരുത്തും. ഒരു പുരുഷനാണ് ഒരു ഗ്രൂപ്പിൽ സംസാരിക്കാൻ അതോറിറ്റി ഉള്ള ആൾ എന്ന് പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മാധ്യമ സ്ഥാപനങ്ങളിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്ന ആളുകൾ. പലപ്പോഴും അത് പുരുഷന്മാരായിരിക്കും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ, മാധ്യമ പ്രവർത്തനം എന്നതുപോലെയൊക്കെ തന്നെയാണ് പരദൂഷണ കമ്മിറ്റികളിലെ പുരുഷന്മാരുടെ ഒരു അതോറിറ്റി എന്ന് പറയുന്നത്. അവർ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ മജോറിറ്റി ഉണ്ട്. അവർ പുരുഷന്മാരാണ്, അവർ പരദൂഷണം പറയാറില്ല, അവർ പറയുന്നത് പരദൂഷണം ആവില്ല എന്നുള്ളൊരു ചിന്ത ആളുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പരദൂഷണം പറയുന്ന ആണുങ്ങൾക്ക് കാര്യമായി തന്നെ വ്യൂവർഷിപ്പ് ഉള്ളത്. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പരദൂഷണം പറയുന്ന ആളുകൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആ ഒരു ടെക് യൂട്യൂബർ പറഞ്ഞൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പേളി മാണിയുടെ കോൺട്രവേഴ്സിയിലും അതങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് ഒരാൾ പവർഫുൾ ആയിട്ടിരുന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ആളുകൾ വിശ്വസിക്കും.
ഇയാൾ പറഞ്ഞത് കാര്യമാണെന്ന് വിശ്വസിക്കും. അയാൾ അതങ്ങനെ ട്വിസ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള വലിയൊരു മാനിപ്പുലേഷൻ കഴിവും പുരുഷന്മാരിൽ പല ആളുകൾക്കുണ്ട്. അപ്പോൾ ഈ ഒരു മാനിപ്പുലേഷൻ, അതേപോലെ തന്നെ ഈ ഒരു ഗോസിപ്പിംഗ്, ഇതിൻ്റെയൊക്കെ ഒരു ആകത്തുകയാണ് പുരുഷന്മാർക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ചീത്തപ്പേര്.